ചിക്കൻ കറി ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചിലർ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ലൂസായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും, അല്ലാണ്ട് നല്ല തിക്കായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ഒരു 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ 4 സവാള എടുക്കുന്നത് 1 കിലോ ചിക്കൻ കണക്കാക്കിയാണ് കേട്ടോ. ചെയ്ത സവാള നമുക്ക് എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കാരണം സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിടുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറിയൊരു പച്ചമണം മാറുന്നത് വരെ അതും കൂടി നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ച് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികൾ ബാക്കിയുള്ള പൊടികൾ ഇപ്പോഴിടണ്ട, മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് കുറച്ചുകൂടി പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. നമ്മൾ ഇത് ചെയ്തത് നമുക്കിതൊരു പകുതി എടുത്ത് നമുക്കൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പൊടികളൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പെരിഞ്ചീരക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ നമ്മൾ സവാളയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പം കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ടാൽ മതി, ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ നല്ല കപ്പ ഉടച്ചതും കൂടി ഉണ്ട് കേട്ടോ. എന്താ ടേസ്റ്റ് ആയിരിക്കും ഒരു ചിക്കൻ കറിയും കൂട്ടി കഴിക്കുമ്പോൾ. മാറ്റി വെച്ചത് വെള്ളമൊന്നും ചേർക്കാണ്ട് നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ചിക്കൻ്റെ ആ കറിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചൂടോടുകൂടി അരയ്ക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. അത് മിക്സിക്കും കേടാണ്, നമുക്കും കേടാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഞാൻ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലിട്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. കാരണം നമ്മൾ അരച്ചിട്ട ഒരു സാധനം നല്ല കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വെള്ളം കുറച്ചുകൂടി ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എനിക്കിതൊക്കെ നോക്കിയപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉപ്പ് വേണം കേട്ടോ. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വന്നിട്ട് ചിക്കൻ ക്യൂബുണ്ട്, പട്ടയുണ്ട്, ഗ്രാമ്പുണ്ട്, ഏലക്കയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ക്യൂബ് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചിക്കൻ ക്യൂബ് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് വന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമുക്ക് ഈ ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പം തന്നെ അറിയാം, കാരണം ഈ ഒരു കറി കാണുമ്പം തന്നെ അറിയാം, നന്നായിട്ട് തിക്കായിട്ട് കിട്ടുന്ന ഒരു ഗ്രേവിയാണ്. ഒത്തിരി ലൂസായിട്ടൊന്നും ഇരിക്കില്ല, വളരെ ടേസ്റ്റിയുമാണ്. നമ്മുടെ ഇവിടുത്തെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.